തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ടി.വി.കെയുടെ സമ്പൂർണ്ണ പ്രകടന പത്രിക ഉടൻ പുറത്തിറക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പാർട്ടി അധ്യക്ഷൻ നടൻ വിജയ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യും. ചെന്നൈയിൽ വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമല്ലേ? ഉറപ്പായും വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും നടൻ വിജയ് തന്റെ പ്രസംഗങ്ങളിലൊക്കെ തമിഴ്നാടിനെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള വാഗ്ദാനങ്ങളാണ് നൽകി വരുന്നത്. എന്തൊക്കെയാകും പ്രകടന പത്രികയിൽ പ്രത്യേകമായി പുറത്തിറക്കുക എന്നത് സംബന്ധിച്ച് ഉള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയാണ്. ഏതായാലും 3 മണി, ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കി. ചെന്നൈയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഹോട്ടലിലാണ് ഈ പ്രകടന പത്രിക പ്രകാശന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 800 പാർട്ടി അംഗങ്ങൾക്ക് മാത്രമാണ് ഈ ചടങ്ങിലേക്ക് പ്രവേശനമുള്ളത്. മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ല. പരിമിതപ്പെടുത്തിയ സംവിധാനങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ലഭ്യമാക്കുന്ന വിവരം. ഏതായാലും മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള വീഡിയോ ലിങ്ക് നൽകും എന്നാണ് ടി.വി.കെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തമിഴ്നാട് ബി.ജെ.പി എൻ.ഡി.എയുടെ പ്രകടന പത്രിക കഴിഞ്ഞ ദിവസമാണ് ജെ.പി. നദ്ദ ചെന്നൈയിൽ പുറത്തിറക്കിയത്. വർഷം 3 LPG സിലിണ്ടർ സൗജന്യമായി നൽകും. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകും. തൈപ്പൂയം സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിക്കും. ഓരോ കുടുംബത്തിനും ഒറ്റത്തവണ സഹായമായി 10,000 രൂപ നൽകും എന്നിങ്ങനെയായിരുന്നു ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. അതേസമയം ഡി.എം.കെ ആകട്ടെ 8,000 രൂപയുടെ വീട്ടുസാധനങ്ങൾ വാങ്ങാനുള്ള കൂപ്പൺ നൽകും എന്നുള്ളതാണ് പ്രധാന പ്രഖ്യാപനമായി എടുത്തുയർത്തുന്നത് പ്രചരണങ്ങളിൽ ആവർത്തിച്ചു പറയുന്നത്. മാത്രമല്ല 10 ലക്ഷം വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് നൽകുമെന്നുള്ളതും ഡി.എം.കെയുടെ പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനമാണ്. ഏതായാലും അതിനിടെയാണ് ടി.വി.കെയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങാൻ പോകുന്നത്. വൈകുന്നേരം 3 മണിക്ക് ചെന്നൈയിൽ പ്രത്യേകം സജ്ജീകരിച്ച ചടങ്ങായി ഇത് പ്രകടന പത്രിക പുറത്തിറക്കൽ ചടങ്ങ് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നടൻ വിജയ്, പാർട്ടി അധ്യക്ഷൻ, തന്നെയാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ശ്രുതി, അതിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ ഉച്ചസ്ഥായിലേക്ക്, അതിന്റെ പ്രചാരണമെല്ലാം അവസാന ഘട്ടത്തിലേക്ക്, ലാപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വിജയ്ക്കെതിരെ പുതിയൊരു വരുന്നു എന്നുള്ളത്. എത്രത്തോളം പ്രതിരോധത്തിലാക്കുമെന്നുള്ള ചോദ്യം കൂടിയില്ലേ? ഉറപ്പായും വിജയ്ക്കെതിരെ തുടർച്ചയായി കേസുകൾ വരികയാണ്. വിജയ്ക്കെതിരെ പല രൂപത്തിലുള്ള ആരോപണങ്ങളും വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചെന്നൈയിലെ ടി നഗറിൽ ഒരു റോഡ് ഷോ നടത്തുന്നു. അവിടെ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നടൻ വിജയ് ഇറങ്ങുന്നതോടുകൂടി ഗതാഗതം മുഴുവൻ സ്തംഭിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു, ആളുകൾ മുഴുവൻ വലയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ഇത് സംബന്ധിച്ചൊരു അനുമതിയും നേടിയിരുന്നില്ല. വാഹന പ്രചരണത്തിന് മാത്രമാണ് അനുമതി നൽകിയത്. പക്ഷേ റോഡ് ഷോ ആയി നടത്താനുള്ള അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളോ നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസ് വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു കേസ് കൂടി വിജയുടെ മേൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആകെ തുക. ഏതായാലും ഓരോ ദിവസം തെരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും രാഷ്ട്രീയ വിഷയങ്ങൾ കൂടുകയാണ്, കേസുകൾ വരികയാണ്, തർക്കങ്ങളും വാക്കുതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണം കനക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് കാണുന്ന കാഴ്ച. ശ്രുതി, തീർച്ചയായിട്ടും ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഒരു പുതിയ കേസ് എന്നുള്ളത് കൂടിയാണ്. ഈ ഘട്ടത്തിൽ അത് പ്രതിരോധത്തിലാക്കുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ അതേസമയം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ടി.വി.കെയുടെ സമ്പൂർണ്ണ പ്രകടന പത്രിക ഉടൻ പുറത്തിറങ്ങും. 3 മണിക്ക് പുറത്തിറങ്ങുകയാണ്. അതിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ റാലികളിലെല്ലാം വിജയ് അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രകടന പത്രിക പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്.